ഒരാൾക്കും കൂടെ അവസരമുണ്ട്. ഗുഡ് മോർണിംഗ് മീന ആന്റണി. ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഹലോ സാറേ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് മ്യൂട്ട് കൊടുത്തിട്ട് മാഡം ഒന്ന് ഇനി ഓപ്പൺ ചെയ്തേ. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ സാർ? യെസ്, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. എന്റെ മീന ആന്റണി എന്നാണെങ്കിലും എന്റെ ഒഫീഷ്യൽ മീനാക്ഷി. ഞാൻ തിരുവല്ല ബ്രാഞ്ചിലാണ് പിന്നെ മീറ്റിംഗ് പോരുന്നത്. എന്നെ കൊണ്ടുവന്നത് അജിത മാഡം ആണ്. ആന്റണി സാറും കുട്ടപ്പുസ്തകമൊക്കെയാണ് എന്നെ കാണാൻ വന്നതും എന്നോട് സംസാരിച്ചതും. അന്ന് ഞാൻ ഇതിനെപ്പറ്റി അത്ര കാര്യമാക്കിയില്ലായിരുന്നു, തള്ളിവിട്ടായിരുന്നു. അതിനുശേഷം ഞാൻ അത് ഒരു പരീക്ഷണം പോലെ ഒരു പാക്കറ്റ് എടുത്തോണ്ട് സ്റ്റാർട്ടറിൽ വന്നു. ആ പാക്കറ്റ് എന്റെ ഹസ്ബൻഡിനാണ് കൊടുത്തത്. ഹസ്ബൻഡിന് പിന്നെ ഇതാണ് ഈ ശരീരമൊക്കെ വെയിൽ കൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടായി നിന്നു. ആ സമയത്താണ് ഇത് ഞാൻ എനിക്ക് കഴിക്കാൻ എടുത്ത് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 7ഓളം റിസൾട്ട് ആയിരുന്നു സാറേ. കണ്ണിന് കാഴ്ച വന്നു, ഈ സ്കിന്നിന്റെ പ്രോബ്ലം എല്ലാം മാറി, പിന്നെ വയറ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് യൂറിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആ യൂറിന്റെ പ്രോബ്ലം മാറി, കിഡ്നിക്ക് പ്രശ്നങ്ങളുള്ള ആളായിരുന്നു, അതിന്റെ ഡോക്ടർ പ്രൂവ് ചെയ്തു ഇനി കിഡ്നി സ്റ്റേബിൾ ആണെന്ന്. അങ്ങനെ അൺബിലീവബിൾ റിസൾട്ട് ആട്ടോ ഇപ്പൊ പറയുന്നത് സാറേ. ഇത് ഞാൻ നേരത്തെ ഞങ്ങളുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അവിടുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്തിരിക്കാൻ ഞാൻ ബ്രോൺസിൽ നിൽക്കുമ്പം പിന്നെ എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ബോൺസ് ഒക്കെ ഇത് എല്ല് പൊട്ടിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് നടക്കുമ്പോ കിതപ്പുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് പറഞ്ഞാൽ തീരാത്ത റിസൾട്ടുകളാണ് സാറേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് കണ്ണിന് കാഴ്ചയില്ല, ഓപ്പറേഷൻ പറഞ്ഞിരുന്നു തിരുനെല്ലി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഞാൻ ആദ്യം അവരുമായിട്ട് സംസാരിച്ചായിരുന്നു. എന്റെ ബാല്യകാല സുഹൃത്താ. ഹസ്ബൻഡ് പിന്നെ റിട്ടയർ SI ആയിരുന്നു, പുള്ളിക്കാരി ആയിരുന്നു. പുള്ളിക്കാരി അത് ഏറ്റെടുത്തില്ല. ഓപ്പറേഷൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്നെ വീട്ടിലൊക്കെ വിളിക്കുന്ന മീനെ ഒരു പാക്കറ്റ് എനിക്ക് താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ക്യാഷ് പോലും വാങ്ങാതെ ഞാൻ കൊടുത്തിട്ട് പോയിരുന്നു. കൊടുത്തതിന്റെ 4ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് അപ്പൊ വീട്ടിലിങ്ങനെ പരിചയമുള്ളത് കൊണ്ട് വീടിനകത്തൊക്കെ ഇങ്ങനെ നടക്കാം, പരിചയമുള്ളവര് ശബ്ദം കേൾക്കുമ്പോ മാത്രം ആളെ തിരിച്ചറിയും, ആ അവസ്ഥയായിരുന്നു. പക്ഷേ 4ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, പത്രത്തിന്റെ ഹെഡിങ്ങെ വായിക്കാൻ പറ്റുക, ഇപ്പൊ പത്രം വായിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരി കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബൈബിള് വായിക്കാം, ഞാൻ ഇവിടെ എല്ലാം ആക്റ്റീവായിട്ട് നടക്കുന്നു, എന്റെ ശരീരത്തിന് നല്ല ഉന്മേഷമാണെന്ന്. അപ്പൊ ഈ റിസൾട്ട് ഞാൻ കൊടുത്തവർക്കെല്ലാം റിസൾട്ടാ സാറേ, എനിക്കത് പറഞ്ഞാൽ തീരില്ല. പിന്നെ വേറെ ഒരു പുള്ളിക്കാരി, ആ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. പുള്ളിക്കാരിക്ക് കൊടുത്തു ഷുഗർ 400 500 ആ ലെവലിൽ നിന്ന് 4ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു 190 വളരെ ഇതുണ്ട് എന്ന്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഈ കഴിഞ്ഞ ദിവസം 3ാമത്തെ പാക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു വയ്യാഴിയെ വന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇത് ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുമ്പം ഒന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഒന്ന് ലെവലായപ്പോഴത്തേക്ക് ഇവർ ഈ പ്രോഡക്റ്റ് എടുത്ത് ഡോക്ടറെ കൈ കൊടുത്തു. ഡോക്ടറോട് പറഞ്ഞ്, ഇതാണ് ഞാൻ കഴിച്ച ഇതിന്റെ വില. ഡോക്ടർ ആ പാക്കറ്റ് അങ്ങ് വാങ്ങിയിട്ട് പോയിട്ട് ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, തിരിച്ച് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവരിപ്പം 5ാമത്തെ പാക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇത് പറഞ്ഞാൽ തീരത്തില്ല സാറേ. ഞാൻ പലർക്കും മീനാന്റണിയുടെ ഇത്രയും റിസൾട്ട് ഇത്ര ആവേശത്തോടെ പറയുന്നത് അവർക്ക് കിട്ടിയ റിസൾട്ട് ആണ്, അൺബിലീവബിൾ റിസൾട്ട് ആണ് അവരിങ്ങനെ പറയുന്നത്. വേറെ ഒന്നുമല്ല, ആ മുഖത്തുള്ള സന്തോഷം, അതെല്ലാം നമുക്ക് വേറെ ഒരിടത്തും കിട്ടാത്ത സന്തോഷമാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഇതിലൂടെ
പറഞ്ഞോ. ഇന്ന് ഞാൻ ഡയമണ്ട് പാക്കേജിൽ നിൽക്കുന്നു. ആ, ഞാന് congratulations. ഞാൻ 2 ഡയമണ്ടുകാരെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് സാറേ ഞാൻ ഡയമണ്ട് ആയത്. ഞാന് ക്യാഷ് ഇട്ട ഡയമണ്ട് ആയതല്ല. ഞാൻ വലിയ വലിയ റിസൾട്ടുകള് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പിലേക്ക് പോകാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എന്റെ കാരണം അപ്ലൈ ഈ പറഞ്ഞോളൂ സാർ. നമ്മളിതിനെ ഈ എന്റെ മീന അപ്ലൈ മേഡം പറയുന്നത് എന്റെ പറഞ്ഞോ. ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവമായിട്ട് അവരെ ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക സാറേ. എന്റെ ബിസിനസ് വളരെ ബുദ്ധിമുട്ടിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഡിസൈൻ പുള്ളിയാണ് ഷോപ്പിൽ ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ്. ഇപ്പൊ ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. ഇത് കുറച്ച് കാര്യമായിട്ട് എടുത്തോണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. അതാണ് കോൺഫിഡൻസ്. ഇത് ഏകദേശം